രണ്ടാഴ്ച നീണ്ടുനിന്ന പരസ്പര ആക്രമണങ്ങൾക്ക് ശേഷം അമേരിക്കയും ഇറാനും വ്യോമാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. സംഘർഷം അയയുന്നതിനും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനരാരംഭിക്കുന്നതിനും നയതന്ത്ര പരിഹാരം സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിപണി. തിങ്കളാഴ്ച വ്യാപാരത്തിന്റെ തുടക്കത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് 4.1% കുറഞ്ഞ് $92.82 വ്യാപാരത്തിനിടെ ഒരു ഘട്ടത്തിൽ വില $90 താഴേക്ക് പോലും പതിച്ചിരുന്നു. US വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് വില ബാരലിന് 4.5% ഇടിഞ്ഞ് $85.29 വ്യാപാരം നടത്തുന്നത്. കഴിഞ്ഞ 3 ആഴ്ചകളായി തുടർച്ചയായി ഉയർന്നുകൊണ്ടിരിക്കുന്ന എണ്ണവില ഒരു ആഴ്ചയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണക്കടത്ത് തടസ്സപ്പെടുകയും ചെങ്കടലിലേക്ക് സംഘർഷം പടരുകയും ചെയ്തതോടെ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതിക്കാരായ സൗദി അറേബ്യയുടെ ബാബ് എൽ മന്ദബ് കടലിടുക്ക് വഴിയുള്ള ഏഷ്യൻ കയറ്റുമതി സങ്കീർണമായിരുന്നു. ഇതോടെ ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് $100 വരെ ഉയർന്ന സാഹചര്യമുണ്ടായി. എന്നാൽ നയതന്ത്ര ചർച്ചകൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായി ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചതായി ഐക്യരാഷ്ട്രസഭയിലെ US അംബാസഡർ മൈക്ക് വോൾട്സ് വ്യക്തമാക്കി. അതേസമയം ആക്രമണങ്ങൾ നിർത്തിവെച്ചെങ്കിലും ഇതുവരെ ഹോർമൂസ് കടലിടുക്കിലൂടെ 10-ൽ താഴെ ചരക്കു കപ്പലുകൾ മാത്രമാണ് പ്രതിദിനം സഞ്ചരിച്ചതെന്ന് കെപ്ലർ ഷിപ്പിംഗ് ഡാറ്റ വ്യക്തമാക്കുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സുരക്ഷാ കാര്യങ്ങളിൽ പൂർണ്ണ ഉറപ്പു ലഭിക്കാതെ ഭൂരിഭാഗം കപ്പൽ കമ്പനികളും സർവീസുകൾ പൂർണ്ണമായി പുനരാരംഭിക്കാൻ തയ്യാറാകില്ലെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ചെങ്കടൽ തീരത്തെ സൗദി എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ യമനിലെ ഹൂതികൾ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ബാബ് എൽ മന്ദബ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഞായറാഴ്ച വീണ്ടും കുറഞ്ഞു. എന്നാൽ ഈ വഴിയിലൂടെ മൂന്നാമതൊരു ചൈനീസ് സൂപ്പർ ടാങ്കർ കൂടി യാത്ര പൂർത്തിയാക്കിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഷിപ്പിംഗ് ഭീഷണികളും റഷ്യ-ഉക്രൈൻ യുദ്ധവും തുടരുന്നതിനാൽ വിതരണം വീണ്ടും തടസ്സപ്പെട്ടാൽ എണ്ണവില ഉയർന്നു തന്നെ നിൽക്കാനിടയുണ്ടെന്നാണ് വിലയിരുത്തൽ. വാര്യാന്ത്യത്തിൽ റഷ്യൻ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഉക്രൈൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് ആഗോള പണപ്പെരുപ്പത്തിന് വീണ്ടും വെല്ലുവിളിയായേക്കാമെന്ന് UOB സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു.